രൂപയ്ക്ക് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഷവോമിയുടെ Mi 10i 5G എന്ന സ്മാർട്ട് ഫോൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് Mi 10i 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻസ് ടെക്സോൾ എന്ന ടെക് ചാനലാണ്. ഞാനാണ് ജീനൈസൺ. നേരെ വീഡിയോയിലേക്ക്. Okay, look. Now how come I ain't made it, yo? Ain't no play with stakes is low. Lady luck don't know no raping, hated that fellatio. Tryna eat, I'm climbing steep hills. Hollywood's on higher steeples. Ain't got no time to sleep, bro. That's why I ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X3 സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ഡിസൈനാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ബോഡി റേഷ്യോ നോക്കുമ്പോൾ 6.67 ഇഞ്ചാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും നൽകിയിരിക്കുന്നത്. ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ചാർജിംഗ് പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ സിം കാർഡ് സ്ലോട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഡെഡിക്കേറ്റഡ് സ്ലിം സ്ലോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് 2 സിം കാർഡും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോണിൻ്റെ അപ്പർ പോർഷനിലേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇവിടെ ക്യാമറ കട്ടൗട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. 214 ഗ്രാമാണ്. വൺ ഹാൻഡ് ഫീല് നമുക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. ഫിംഗർ പ്രിൻറ്റ് സെൻസർ എത്രത്തോളം സ്പീഡിൽ സെൻസ് ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് ഈ വിഷ്വൽസിലൂടെ തീരുമാനിക്കാവുന്നതാണ്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 1080p വരുന്ന ഒരു IPS LCD പാനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് മാർക്കറ്റിലുള്ള LCD ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റിഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബട്ടറി ഫീല് ആണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 450 ഫോണിൻ്റെ നിറ്റ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ സൂര്യവെളിച്ചത്തിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്കിതിൻ്റെ ഓഡിയോ കാറ്റഗറിയിലേക്ക് വരാം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, മോണോ സ്പീക്കേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 22,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തരാമായിരുന്നു എന്നൊരു ചോദ്യം തന്നെയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സെഗ്മെൻറ്റിലേക്ക് വരാം. ഷവോമി ഫോണുകളിൽ നമ്മൾ കണ്ടുവരുന്ന ക്യാമറ UI തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രോ മോഡ് ഉൾപ്പെടെ പല എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ക്ലോണിംഗ്, വ്ളോഗ് മോഡ് എന്നിവ കൂടി ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഇവിടെ മെയിൻ സെൻസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഡിവൈസിൻ്റെ അട്രാക്റ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് നമുക്കിവിടെ മെയിൻ സെൻസർ ഉപയോഗിച്ച് കിട്ടുന്നത്. ഈ ഫോട്ടോസാണ് അതിൻ്റെ തെളിവുന്നത്. 10x ക്രോപ്പ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് ലഭിക്കുന്നുണ്ട്. മറ്റ് ക്യാമറ സെൻസറുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8+2+2 മെഗാപിക്സലിൻ്റെ സെൻസറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീഡിയോഗ്രാഫി നമുക്ക് 4K at 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. EIS അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആണ് അറ്റ് 1080p 30 FPS വരെ. അതിൻ്റെ ചില വീഡിയോ വിഷ്വൽസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് അതൊക്കെ വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്മാർട്ട് ഫോണിൽ മറ്റ് ചില ഷവോമി സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ സ്പെഷ്യൽ വീഡിയോഗ്രാഫി മോഡുകളുണ്ട്. അതായത് ഡുവൽ ക്യാമറ മോഡ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഉള്ള ഫീച്ചറാണ് ക്ലോൺ ഫീച്ചർ, വ്ളോഗ് ഫീച്ചർ, അങ്ങനെ പലതരം ഫീച്ചറുകളുണ്ട്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പോൾ 16 MBയുടെയാണ് ഒരു സെൽഫി ഷൂട്ടർ ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല നാച്ചുറൽ ടോൺ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്ലാറ്റ്ഫോം സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 10 ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നീട് Android 11ൻ്റെ അപ്ഡേറ്റ് വരുന്നതാണ്. ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUI 12 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്കിൻ എന്ന് പറയുന്നത്. പെർഫോമൻസ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 750G 5G ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്രിനോ 619 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന GPU എന്ന് പറയുന്നത്.
സാംസങ്ങിൻ്റെ M51 നമ്മൾ കണ്ടുവന്നിരുന്നു. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ചിപ്സെറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ യൂസ് ചെയ്തത് 4G വേർഷനാണ് ചിപ്സെറ്റ്. എന്നാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 5G വേർഷനാണ്. ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 4820 mAhൻ്റെയാണ് ബാറ്ററി നമുക്കിവിടെ ലഭിക്കുന്നത്. 60 ഹെർട്സിലാണ് നിങ്ങൾ റിഫ്രഷ് റേറ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 8 hours സ്ക്രീൻ ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് 65 to 75% ചാർജ് ആകുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് വേരിയൻസുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 തരം വേരിയൻറ്റുകളാണ് വരുന്നത്. ഒന്ന് 6GB 128GB വേരിയൻറ്റും അതുപോലെ തന്നെ 8GB 128GB വേരിയൻറ്റുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സോ 22,000 രൂപയ്ക്ക് ഒരു ഓൾറൗണ്ടർ ബഡ്ജറ്റ് ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷവോമിയുടെ Mi 10i 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്തായാലും ഒരു മികച്ച ചോയ്സ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണണം. സ്റ്റേ ട്യൂൺഡ്.